കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഋഷിയുടെ അമ്മയും അൻസിബയുടെ അമ്മയും ഒക്കെ അവരെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും അവിടെ സംസാരിക്കാനുള്ള അമ്മമാർക്ക് അവസരം കൊടുത്തിരുന്നു. അർജുൻ്റെ അമ്മ അർജുനെ കുറിച്ച് വായി തോരാതെ സംസാരിച്ചു. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നില്ല. അവിടെ ഇരുന്നുകൊണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല കുട്ടിയായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. കൂടുതലായിട്ടൊന്നും അമ്മയ്ക്ക് പറയാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പം ഞാൻ അതിന് ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പിന്നെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു അർജുൻ്റെ അമ്മ നൽകിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു വേണമെന്നുണ്ടെങ്കിൽ അവിടെ അർജുൻ്റെ അമ്മയ്ക്ക് കുറേ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ പറയാനായിട്ട് സാധിക്കുമായിരുന്നു. അർജുൻ്റെ അസുഖത്തെക്കുറിച്ച്, വയ്യാതെ കിടന്നതിനെക്കുറിച്ച്, പിന്നെ അതിൽ നിന്ന് റിക്കവർ ആയതിനെക്കുറിച്ച്, ഇപ്പോഴും അർജുൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റിമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. അമ്മ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അവിടെ അർജുനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കും, ഞാൻ റിപ്ലൈ തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൽ അർജുൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇങ്ങനെ തന്നെയാണോ അർജുൻ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണെന്നാണ് അവിടെ അർജുൻ്റെ അമ്മ പറഞ്ഞത്. ഇന്നേ വരെ ആരുടെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവരത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ആരോടും ചൂടാവുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല, ആരോടും ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഇന്നേ വരെ ഞാൻ ആരുടെ അവനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല എന്നായിരുന്നു. പിന്നെ ഒരുപാട് വീട്ടിൽ അമ്മേനെ സഹായിക്കും, അമ്മ മോനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ കുറിച്ച് വായി തോരാതെ അമ്മ മോനെ കുറിച്ചും അത് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നുണ്ടായിരുന്നു, കിച്ചണിലൊക്കെ സഹായിക്കും, വീട്ടിലെ പണികൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഒരിക്കലും ഒരു സെൻറ്റിമെൻറ്റ് ഇറക്കിയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീധുവിൻ്റെ മമ്മി വന്നു. ശ്രീധുവിൻ്റെ മമ്മി വന്നിട്ടും കോളേജിൽ നന്നായി പഠിക്കും, നന്നായിട്ട് ആക്ട് ചെയ്യാനൊക്കെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധുവിനെ പൊക്കി 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 ആകാശത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം വന്നിട്ട് അവരെ കഷ്ടപ്പാടും അവരെ വിഷമങ്ങളും എങ്ങനെയാണ് എൻ്റെ മോൾ ഇവിടെ എത്തിയതും എന്നോ മോൻ ഇവിടെ എത്തിയതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ വന്നപ്പോൾ രണ്ട് ഫാമിലിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളൊന്നും പറയുന്നത് കണ്ടില്ല. മക്കളെക്കുറിച്ച് അവരെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള ഒരു ലെവലിൽ മാത്രമാണ് സംസാരിച്ചതെന്ന് തോന്നി.